സത്യത്തില് അടുക്കള പണി കുറച്ചിറങ്ങിയാണ് ഓള് കേക്കണ്ട. അത് എടുക്കുമ്പോ അതിന്റെ അവസ്ഥ അറിയണുള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞങ്ങളെ അടുക്കളയ്ക്ക് ഇന്ന് എന്റെ പെണ്ണുങ്ങളെ അടുക്കളയിൽ കണ്ട് അടുപ്പിച്ചില്ല. ഫുള്ള് പാടി ഇന്ന് ഞാൻ ഒറ്റക്ക് എടുത്ത് തീർക്കും. ഇവരും കേട്ടോ ഇതുണ്ടാവില്ല. അതൊക്കെ എന്തെങ്കിലും പണി അറിയോ? ഇന്ന് ഞമ്മക്ക് തകർക്കണം. ഇന്നത്തെ നോമ്പർപ്പിച്ചാല് ഞമ്മളെ കാരണം താരങ്ങള്, അതിന് സംശയമില്ല. നിഹാദും വേണ്ടി വരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടോളിട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഓള് പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്താളി. അതിനെ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങൾ അടിയിൽ ഇഷ്ടം പോലെ നേരായിട്ട് കമന്റുകൾ വരണം. എത്താ എനിക്ക് പണി. അപ്പൊ എന്നോട് പറഞ്ഞാൽ അത്ര പണി നിൽക്കണ്ടാന്ന് നമ്മള് പറഞ്ഞ വർത്താനല്ലേ. പോ ഇവിടെ ഇരിക്കേ നീ ഇങ്ങനെ കണ്ട ഞങ്ങൾ കത്തി അന്ന് ഞാൻ ഇന്നലെ പറഞ്ഞാൽ തരുവാ നമ്മളാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ക്യാമറ എടുക്കാറുണ്ട് കാര്യമില്ല. ടച്ച് മാണ്ടി കേട്ടോ. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു നിങ്ങളല്ല നമ്മളന്നെ. പാന്റ് കാക്കി ഞങ്ങൾ തിരുമ്പിക്കൊണ്ട് ഞങ്ങൾക്ക് അറിയാം തിരുമ്പാനൊക്കെ. മെഷീനുണ്ടേ, വാഷിംഗ് മെഷീനിൽ സർഫ് തേച്ച് കാണാണ്ടിട്ട പണിയല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ ഇട്ടുണ്ട്. പിന്നെ നിങ്ങളവിടെ കൊറേ കാലം ഇടല്ലേ. ഞാനാണ് എന്നോ കൊണ്ടേച്ചത്. ഇന്നും കൂടി ഞാനാ കൊണ്ടേച്ചത്. അമ്മായിന്റെ ഇരിക്കണവരെ ഇരിക്ക. ഞാൻ എന്നിട്ട് മരുകളാവും. നിങ്ങള് കുറച്ച് ആൾക്കാർക്ക് ഉണ്ട് നിങ്ങള് പെണ്ണുങ്ങൾക്ക് പണിയെടുക്കാൻ അറിയുള്ളൂ എന്നുള്ള ചിന്ത. അത് ഞങ്ങൾ ആണുങ്ങൾക്ക് അറിയും. ഞങ്ങൾക്ക് അറിയും. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയും. ഞാൻ ഗൾഫിൽ എന്തല്ലോ നിന്നോളൂ. അവിടെ ഞാനും പണിയെടുത്തോളൂ. ഞാൻ നിന്നിട്ടില്ലെങ്കിൽ എനിക്ക് പണിയൊക്കെ അറിയാം. അതെന്താ വിസില പൊക്കി വെക്കട്ടെ, അടിച്ചിട്ടോ. നീന്റെ കലായുധം അടിച്ചെടുത്തോ. ഞങ്ങൾക്കൂല. ഞങ്ങൾക്ക് അറിയത് ഉണ്ടാക്കാൻ ഇജ്ജ് പറഞ്ഞില്ല. കണ്ണ് കണ്ടോ? ഇതാണ് ആടിന്റെ കണ്ണ്. ഇതേ നല്ല കണ്ണാണ്. എന്റെ കണ്ണേ മൊബൈലിൽ നോക്കിയിട്ട് കണ്ണ് കേടരും പറഞ്ഞതാണ്. ഇങ്ങനെ കേടരും മൊബൈലിൽ നോക്കാതിട്ടാ. അതിന്റെ തല വെട്ടുമ്പോ അങ്ങനെ തന്നെ അല്ലേ. ഇതിന് അടുത്തത് വൃത്തിയിൽ കേക്ക് കൊണ്ടുവരാം. പിന്നെ ഞാനാണ് ഇത് നമ്മളെല്ലാരും കൂടി ഏറ്റ പരിപാടിയാണ്. ക്യാമറമാൻ ക്യാമറമാനാറില്ല. ഞങ്ങൾക്ക് പറയുമ്പോ മൊബൈലിൽ ക്യാമറ എടുക്കാൻ ഞങ്ങൾ വെക്കും. അപ്പച്ചി കേൾക്കുക അങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറ്. ഇന്ന് ഏർപ്പെടുത്തിന്റെ കാര്യം പറയരുത്. ഇന്ന് ഫുള്ള് പറഞ്ഞ് നമ്മള് സൂമിക്കാതെ ഇവിടെ ഒന്നും പണിയില്ല. നമ്മൾ പള്ളി കൊണ്ട നേരത്ത് മാത്രം എന്താ അവിടെ ചെയ്തിട്ടുള്ളത്. പത്തിരി ഉണ്ടാക്കിക്കണു. അതുകൊണ്ട് കൊടുത്ത് ഞാനാണല്ലോ. ഞങ്ങള് പള്ളിക്ക് പോയ നേരത്തെ ഒരു ചെറിയ തൈകിട പരിപാടി എടുത്താണ്. അത് നോക്കണ്ട. ഇടുക്കേ നോക്കി പഠിച്ചേ. ഞാൻ എന്താ മരുവളായി കാണ്ടി വരി കയറാതെ. നിങ്ങക്ക് ഉപ്പ് ഏതാ അറിയോ? ആ ഉപ്പൊക്കെ എനിക്കറിയും. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് തീരെ അറിയില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടത്. അതിനെ ഇന്ത്യ കാട്ടി അറിയില്ല. ഇവിടെ ഒന്നും കളല്ലോ. അതൊക്കെ കഴിക്കുക നമ്മളെ സാധനം. ഈ അടിയിട്ടേ പാത്രം കൊണ്ടുപോയിട്ട് പുറത്തോട്ടേക്കാണ് കഴിക്കാറ് കേട്ടോ. നല്ല വൃത്തിയിൽ നല്ല വെളുക്കണം കേട്ടോ. നിങ്ങളെ ഷർട്ട് തിരുവണ്ടിയുള്ള വേദനല്ല. ഞങ്ങൾ ഇന്നത്തെ എല്ലാം ഞങ്ങൾ തന്നെയാണ്. ഒരു ദിവസം അടുക്കള പണി ഞങ്ങൾ ആണുങ്ങൾ കണ്ണാണ് കണ്ണ് കണ്ണോടെ എടുക്കണ്ടേ. അത് കാക്കിച്ച് കൊണ്ടുപോയി കണ്ണ്. ബർക്കത്ത് കാക്കിച്ച് കൊണ്ടുപോയി കണ്ണ്. എക്സ്പീരിയൻസ്
ഇപ്പൊ ചോദിച്ചാണേ വീഡിയോ ഓഫ് ആക്കിയപ്പോ എങ്ങനെ ഉണ്ടാക്കാന്ന്. എന്നാലും സംശയം ഓളോട് ചോദിച്ചു ഓളെ ഇപ്പൊ ഒരു മുളക് കയറി അതുകൊണ്ട് കണ്ണു ഒഴിവാക്കിയ അത് രണ്ടും ഒഴിവാക്കില്ല. ആ ഒന്നും ഉമ്മാർക്ക് ഒരു കണ്ണ് കാഴ്ചപ്പാടുണ്ട് അത് വെക്കാൻ വേണ്ടി എടുത്തിട്ടാണ് എടുത്തിട്ടാണ്. കണ്ണിന് കാഴ്ചപ്പാടുണ്ടാലും ഉമ്മാക്കിട്ടാ എടുത്തിട്ടാണ് സ്പീക്കറിലെത്താണ്. ഉമ്മാക്ക് തലച്ചോറായിട്ടുണ്ട് ഞാൻ കൊടുക്കണോ ആടിന്റെ സ്വഭാവം കഴിക്കാറോ തലച്ചോറ് കൊടുത്താല് ഉള്ളിച്ചാരി. അപ്പൊ ഞാൻ എണ്ണൊക്കെ ചൂടാക്കി ഇങ്ങനെ ഇതാക്കും. അല്ലല്ല ഞാൻ ഒരുമിച്ച് ഉള്ളി വെച്ചാല് പിന്നെ പ്രേക്ഷകർക്ക് കാണാൻ ആരും ഉണ്ടാവില്ല. ഈ പെരിയിൽ ആകെയുള്ള ഒരു പെണ്ണ് ഇജ്ജാണ്, വലിയ പെണ്ണ് ഇജ്ജാണ്. ഇവിടെ ഉള്ളി അരിഞ്ഞൂടെ ഉള്ളിലെടുത്തോണ്ടേ ഉള്ളിലെടുത്തോണ്ടാണ് പോയിട്ട് എത്ര വയസ്സായി ഉള്ളിത്തോണ്ടേ 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 അരിഞ്ഞൂടെ. ഇമ്മ പാത്രം കഴിക്കണതാ. ഞങ്ങള് പാത്രം കഴിക്കി എന്നാ കേക്ക് ഓരോന്ന് വരുമ്പോ തന്നെ അപ്പൊ തന്നെ കേൾക്കണം, അല്ലെങ്കിൽ കൂട്ടം. ഇമ്മാട് ചോദിച്ചത് എന്നോടാ ചോദിച്ചത്, ഞാനാ നടത്തുന്നത്. വല്ലുള്ളി 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 നാലെടുത്തോ നാലെടുത്തോ. ഇന്ന് ഉമ്മ ഇപ്പാണ്. വൃത്തിയിലായിക്കോട്ടെപ്പാ. ഇപ്പൊ ഇമ്മാനോട് പറയണേ വീഡിയോ ഓഫ് ആക്കിട്ടോ. ഇത് അരിഞ്ഞ ചാളേത് അല്ലല്ല, ഇത് പറഞ്ഞത് ഋതുവിനോട് പറഞ്ഞ പണിയാണ്. ഇത് ഞാൻ ഓഫ് ആക്കണിയോ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങള് തട്ടിപ്പാ. ഞാൻ തട്ടിപ്പോയില്ല. ഇന്നത്തെ വീഡിയോയില് ആരോ ഒരാളൊരു കമന്റ് ചെയ്തിരിക്കണു, ഞങ്ങൾ പെണ്ണുങ്ങൾ എടുക്കേണ്ട പണിക്ക് യാതൊരു കണക്കും ഉണ്ടാവില്ല, ഞങ്ങൾ ആണുങ്ങൾ എടുക്കേണ്ട പണിക്ക് ഭയങ്കര കണക്കാണ്. അപ്പൊ ആ എഴുതിയ ആളിന് ഇത് കാണുന്നുണ്ടെങ്കിലേ ഞങ്ങൾ പെരീത്തെ പണി ഞങ്ങൾ കൊടുക്കലുണ്ട് കേട്ടോ. നിങ്ങളെ പെരീത്തെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, ഞങ്ങളെ പേരിൽ ഞങ്ങൾ കൊടുക്കലുണ്ട്. ഇന്ന് മാത്രം മാത്രമല്ല എല്ലാ ദിവസവും. അല്ല ഇടയിലൊന്നും പറഞ്ഞാ അല്ലല്ല വീഡിയോയില് മാത്രമൊന്നല്ല, അല്ല ഒന്നും കൊടുക്കില്ല. ഇല്ല ഒറ്റക്കാണ് ഞാൻ അവിടെ കേക്ക് കൊടുക്കുന്നത്. സോപ്പിട്ട് കേൾക്കാനോ അന്തയാത്ത സോപ്പിട്ട് കേൾക്കല്. അല്ല എന്തായാലും ചോര പോകണ്ടേ. ചോര പോയിക്കണു. ഇപ്പൊ എന്തിട്ടാ കേക്ക് വെള്ളം കൊണ്ട് തന്നെ പൊട്ടനാണ് മരപ്പൊട്ടം ഉള്ളി അലിച്ചിനാക്കി. അല്ലല്ല അത് എനിക്ക് അറിയാറ്റല്ല, ഞാൻ ഇത് കത്തി മൂർച്ചല്ലായിട്ടാണ് ആദ്യമായിട്ട് ഉള്ളി അലിച്ചൊന്നല്ല. അപ്പി രണ്ട് ഇപ്പച്ചനോട് പറഞ്ഞാൽ മതിട്ടാ, അത് ഉമ്മാണ് എടുത്തു കൊടുക്കല്. അതുകൊണ്ട് ഇന്ന് ഇപ്പൊ തരും ട്ടാ. ഒക്കെ എന്തുണ്ടെങ്കിലും ഇമ്മാന്ന് വിളിച്ചരുത്, ഇപ്പാന്ന് വിളിച്ച. ഓക്കെ നീ ഒറ്റ കേൾക്കുന്നത്. എന്റെ കുട്ടി നല്ല കുട്ടിയാണ്. നിങ്ങളതാണ്. അല്ല ഇത് ചെറിയ ഉള്ളിപ്പോളായിട്ടാണ്. വലുത് 200 രൂപ കിലോ വിലയാണ് വെളുത്തുള്ളിക്ക്. ഇത് തെരഞ്ഞെ മേടിച്ച് പോരാ നല്ലാതെ കിട്ടണ്ടേ. ഇപ്പൊ വില ഉറങ്ങണമെന്നാവും. സാനിപ്പ എങ്ങളതിലേറെ ഉസാറായിട്ട് തോൽച്ചിട്ടുണ്ട്. വെളുത്തുള്ളി തിന്നാ ഇഷ്ടമാണ് വെളുത്തുള്ളി വെളുത്തുള്ളി തിന്നാ പൊള്ളും. കുട്ടീനെ കുളിപ്പിച്ചത് സാധനപ്പേ കാരണം എന്ത് സാനിപ്പ കുട്ടീനെ കുളിപ്പിച്ചു കൊടുക്കുന്നു. ഒരു ദിവസം കുളിച്ചില്ലാച്ചിട്ട് കുഴപ്പമൊന്നും ചേച്ചി പൗഡർ ഇട്ടിട്ടില്ല മതി. ഉമ്മച്ചി കുളിപ്പിച്ചരാ. ഞാൻ കുളിപ്പിച്ചാ മതി അപ്പച്ചി. അപ്പൊ കുളിപ്പിച്ചാൽ മതി. അറിയട്ടെ ഞാൻ എന്റെ കുട്ടിയെ കുളിപ്പിച്ചിട്ടില്ല. അന്ന് പണി ചെയ്യാൻ അന്റെ ഉപ്പയാണ് അന്ന് കുളിപ്പിച്ചിരിക്കണേ. ഒരു ദിവസം കുട്ടിക്ക് എത്ര വയസ്സായി മീൻ കഴിഞ്ഞിട്ട് കുളിപ്പിച്ചില്ല എന്നാള്.
നോണാരല്ല കാര്യം പറയണേ. നീ മോണ പറയണേ സത്യാണെന്നാണ് പറഞ്ഞാണ്ടി. ഇപ്പൊ ഈ കുട്ടീനെ കുളിപ്പിച്ചിട്ട് എന്നല്ല മീവി കഴിഞ്ഞെന്ന് കണ്ട് നാളെ ഒരു ദിവസം ഇല്ല നോണ പറയണ്ട. ഇപ്പൊ നോണാറുണ്ട് ഇജാണാറുണ്ട് ഇപ്പേ വെളുത്തുള്ളി ഇഞ്ചി ചതക്കുക കേട്ടോ. ഉമ്മ ഇതിന്റെ അളവൊന്ന് പറഞ്ഞു കൊടുത്താളി, അല്ലെങ്കിൽ ഇത് തൊള്ളിയൊക്കെ പറ്റൂല. എനിക്കറിയാം, ഞാൻ മാത്രമേ കുറെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ കുറെ കഴിഞ്ഞിട്ടല്ലേ നമ്മളിവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇതൊന്നും ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങളോടൊരു കാര്യം ചോദിച്ചാൽ അറിയോ, നിങ്ങളെ പെരയിലുള്ള ആണുങ്ങളുണ്ടല്ലോ മാപ്പിളാര്, ഇതേമാതിരി നിങ്ങൾക്ക് വീട്ടിലത്തെ ജോലി എടുത്ത് തരുന്നുണ്ടോ എന്നുള്ള നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യണം കേട്ടോ. അതേമാതിരി ഇത് മാപ്പിളാര് കാണുകയാണെങ്കിലേ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇതേമാതിരി അടുക്കളയിൽ ജോലി ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് അതും നിങ്ങൾ കമന്റ് ചെയ്യണം. അത് പ്രത്യേകം പറയണം. ഞാൻ മിച്ചം നോണാക്കിട്ടോ ചെയ്യും. ഞാൻ അത് കുറെ കണ്ടതാ. ഇജ്ജ് ഫോണുമ്മ കളിച്ചോ, യൂട്യൂബിൽ 2 വീഡിയോ ഉണ്ടാതാവൂലേ. ഇപ്പോഴും നിങ്ങൾ അരിഞ്ഞു കഴിഞ്ഞില്ല, ഉള്ളി പകുതി തൊലിച്ചഴിഞ്ഞു. അരിഞ്ഞോ നമുക്ക് ഇതൊന്നും അറിയിക്കാം. അവിടെ അടുത്തത് വെക്കാം ഒന്നിച്ചെടുക്കാല്ലേ. പിന്നെ വേറെ പാത്രത്തിൽ ആക്കി ഞാൻ ഇത് മാറിക്കാം. കുനുകുന അരിയണം. ഇത് കുനുകുനാ തന്നെയാണ്. ആണ് കുനുകുന അരി, അല്ലെങ്കിൽ ബാടൂല ഉള്ളി. നിങ്ങൾ നോക്കി നിങ്ങള് ഇന്റെ പെരീത്തൊരവസ്ഥ കേട്ടോ. നാടൻ കോയിന്റെ മുട്ടയാണ് കേട്ടോ. എമ്മീരാജ് കണ്ടക്കണോ? നാടൻ കോയിന്റെ മുട്ടയാണിത്. 2 കോഴിമുട്ട പീക്കും എന്റെ കുട്ടിക്ക്. കുഞ്ചി വെറുതെ വേസ്റ്റ് ആക്കി കളയാ. എന്താ ഇതൊക്കെ പരിപാടി? കുഞ്ചി തിന്നാത്ത കുട്ടികള്, ഇത് നോമ്പല്ലേ? കുഞ്ചി കുഞ്ചി തിന്നാത്ത കുട്ടികൾ, അതായത് ഞങ്ങളിവിടെ കുഞ്ചി എന്നാ പറയില്ല, നിങ്ങൾ എന്താ പറയുക? മഞ്ഞക്കുരു മഞ്ഞക്കുരു എന്നൊക്കെ പറയും. അപ്പൊ ഇത് തിന്നാത്ത കുട്ടികൾ നിങ്ങളെ പേരിലുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യട്ടോ. ഞങ്ങളുടെ കുട്ടികളെ എല്ലാവരും ഇങ്ങനെ തന്നെ 4 ഒരേ മാറി. വെള്ളം മാത്രം തിന്നാ, വെള്ളം മാത്രം തിന്നാ. ഉള്ളി അരിഞ്ഞാന്നേ ചുളിവി കൂടി ക്യാമറ ഓഫ് ആക്കൂല, അതൊക്കെ ഉണ്ടാവും. ഇങ്ങളെ കള്ളത്തരം ഇതിന് പിടിക്കണോ? നിങ്ങൾ 24 മണിക്കൂർ അടുക്കളയിലാന്ന് ഞങ്ങള് പറയണേ. സത്യത്തിലേ അടുക്കള പണി കുറച്ച് ഇറങ്ങിയാണ് ഓള് കേക്കണ്ട. അത് എടുക്കുമ്പോൾ അതിന്റെ അവസ്ഥ അറിയണുള്ളൂ കേട്ടോ. ഇതിപ്പോ ആരുണ്ടാക്കണേ അറിയായിട്ട് ചോദിച്ചാ? സംശയം ചോദിച്ചാണ്. അപ്പൊ സംശയങ്ങൾ ചോദിച്ചാണ്. കാരണം ഓളും കൂടി തിന്നാളല്ലേ, ഓളെ കൂടി പഴിപ്പിച്ചാനല്ല. ഒരു വിദ്യാർത്ഥിന്റെ കടമയാണ് സംശയങ്ങൾ ചോദിച്ചത്. വിദ്യാർത്ഥിയല്ല നമ്മള്. നമുക്ക് പണി അറിയുന്ന ആൾക്കാരാണ്. അറിയാത്ത ആൾക്കാരോട് ചോദിച്ചിരുന്നുണ്ട്. ചില ടീച്ചർമാര് വേറെ ടീച്ചർമാരോട് സംശയം ചോദിച്ചു. മുത്തുനബി പോലും പറഞ്ഞിട്ടുണ്ട് അതാണ്, അറിയാത്തത് അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കണം. ചീനച്ചട്ടി അതുപോലും അറിയില്ലേ? ചീനച്ചട്ടി ഞങ്ങൾ ഇതല്ലേ അതന്നെ ചീനച്ചട്ടി. അതെ നമ്മൾ ചീനച്ചട്ടി എന്ന് പറയേ. സാനുഭവിച്ചതിന് 2 ചെവി ഉണ്ടല്ലോ. ഇതിന് ചീനച്ചട്ടി ഞങ്ങള് പറഞ്ഞിട്ടോ. നിങ്ങളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്താ പറയണ്ടത് ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഒരു മുരിങ്ങാ ചട്ടി നമ്മൾ ചീനച്ചട്ടിയാണ്. ചീനച്ചട്ടിയാണല്ലേ? അങ്ങനത്തെ പറഞ്ഞേ തോന്നുന്നു കേട്ടോ. ഉമ്മാക്ക് ഉറപ്പില്ലല്ലോ. വെറുതെ ഇങ്ങനെ ചിരിച്ചിങ്ങനെ കുപ്പായത്തിന്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് കാര്യ പണിയെടുക്കൂ. ഒക്കെ നമുക്കറിയാം, നമ്മള് വെറുതെ പോയതാണ്. തക്കാളി സോസ് ചോദിച്ചാൽ പിന്നെ തക്കാളി അതിന്റെ ആവശ്യമില്ല. അത് പറഞ്ഞ ശരിയപ്പാ, അത് കാട്ടിയാലോ. ഇപ്പേ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഏറിപ്പോയ 1 ലിറ്റർ എത്ര? സംഗതി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഉണ്ടാക്കിയ കറി, ഞാൻ ഉണ്ടാക്കിയ കറി ഇവരോടൊന്ന് ചോദിച്ചാൽ വെച്ച് ആ പറഞ്ഞിട്ടാ ഇപ്പാന്റെ അങ്ങനെ പറയല്ലേ? പറഞ്ഞിട്ടാ
ഇമ്മ പോയിക്കോട്ടെ എന്നിട്ട് പറഞ്ഞുതരാം. അല്ല ഇവിടെ എന്നെ പൊരിച്ചു. സത്യം പറഞ്ഞ ഇപ്പാന്റെ രസം ഇമ്മാന്റെ രസം. ഇപ്പാന്റെ പോലെ ഒരു വള്ളക്കറി കഴിക്കാരോ. വള്ളക്കറി ഒക്കെ ഉമ്മാന്റെ. ഇപ്പാന്റെ ആണ് കേട്ടോ രസം. ഞാൻ കറി കൂട്ടിയില്ല ഏറ്റവും രസം ഇപ്പാന്റെ. അങ്ങനത്തെ കറി കൂട്ടിയിട്ടില്ല ഹോട്ടലിൽ നിന്ന് പോലും. ഇപ്പാന്റെ കോഴിക്കറി പറഞ്ഞ പിറ്റേ ദിവസം കക്കൂസിന് നീച്ചാ നേരം ഉണ്ടാവില്ല. കൊളാവൂപ്പ. 1 കിലോ ആടിന് എത്ര വില എന്നറിയുക? അതാ ഞാൻ ചോദിച്ചേ. നിങ്ങളെന്താ തപ്പണ പിന്നെ എങ്ങനെ? അതല്ല, ഞാൻ പെട്ടെന്ന് മറ്റേ കാര്യം നോക്കിയതാണ്. നോക്കാനും പാടില്ല. വെള്ളം തുടച്ചാളിട്ടോ, അല്ലെങ്കിൽ പൊട്ടി തെറിച്ചു. ഇന്ന് ഞങ്ങൾ തകർക്കും. തിന്നനെ കാട്ടി കൊടുത്ത കള്ളി പൊളിഞ്ഞില്ലമ്മ. അതുകൊണ്ടാണ് കാട്ടി തരാത്ത. കറി രസം ഉണ്ടാവില്ല. ഞാൻ ഉള്ളിക്ക് എന്തിനാ ഉപ്പിടണേ? ഉള്ളി വാഴണെങ്കിൽ ഉപ്പിടണം. അതൊന്നും അറിയില്ല. കത്തണോ? പണ്ടാറക്കാൻ ഓരോന്ന് ഏറ്ററി അപ്പോഴും പറഞ്ഞു. ആ ചെറുക്കനെ ആകെ പെടുത്തി. നോമ്പുമാണ് ചെക്ക ഉറങ്ങണതാണ് ഈ നേരത്ത്. കറിയും വെറൈറ്റി തന്നെ ഈ കാരം. അതല്ല സാനിപ്പാ, ഓർഡർ ചെയ്യാനേ പൈസ ഉണ്ടായിക്കോട്ടെ ടപ്പാ. അഥവാ റെഡി ആയില്ലെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചു പറയണേ. അല്ലെങ്കിൽ കറി മാറ്റി പിടിച്ചോണ്ട് വരും. സെമീന്ന് വിളിക്കാൻ പറഞ്ഞോ ഒരാളെ. അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു സെമീന്ന്. ഓളെ വിളിച്ചാല് ഓളെ ശരിക്കും സെമീറാണ് പേര്. ഞാൻ അങ്ങനെ തന്നെ ഇത്ര കാലം 18 കൊല്ലമായി ഞാൻ അങ്ങനെ തന്നെ വിളിച്ചിട്ടുള്ളൂ. പിന്നെ പെരിയിലെ ഉമ്മയും ബാക്കിയുള്ളവരൊക്കെ കുഞ്ഞുട്ടിന്ന് വിളിച്ചു. നിങ്ങള് അങ്ങനെ വിളിച്ചോട്ടെ. അങ്ങനെ ഒന്നും വിളിച്ചാൽ പറ്റില്ല. എന്താണ് സാനിപ്പാന്റെ കണ്ണിക്ക് എന്തോ ആയി? കണ്ണ് മോറൊക്കെ കൈ മുളക് എരിഞ്ഞ കൈ അയച്ചു. സാനിപ്പ ഒരു കേക്ക് കണ്ണിലെന്താ മുളകിന്റെ വീരുണ്ടാ? നോക്കേ ക്യാമറ നോക്ക. നീ നീർന്നുണ്ട്. നോക്കി കൊടുക്ക. ഇങ്ങളാണ് അതിന്റെ ആള്. തക്കാളി പച്ചമുളക് ഇടാൻ പോവുകയാണ്. ഇത് കുക്കിംഗ് ചാനലാവും. ഇനി സാധനം വലിയ വലിയ അറ്റത്താണ് പണി. സാനിപ്പ ആക്ടിങ് തുടങ്ങിട്ടോ. കഴിഞ്ഞിട്ട് ആക്ടിങ് തുടങ്ങിയാൽ മതിട്ടോ. ആക്ടറാണ്, നല്ല ആക്ടറാണ്. എനിക്കറിയാം. സാനിപ്പ എന്ന് പറഞ്ഞാൽ നല്ല ആക്ടറാണ്. ഇതിലാ ആക്ടിങ് വേണ്ട. പറയണേ ഇത് ശരിക്കും അടിച്ചു വരട്ടെ വൃത്തിയില്. എല്ലാ ഭാഗം ക്ലിയർ ആക്കി. ഇത് തുടക്കമാണ് അത് കഴിഞ്ഞിട്ട്. പിന്നെ പണി അതിനോടൊക്കെ പറഞ്ഞിട്ടത്. അത് ഞാൻ ലാസ്റ്റ് ആണ് ഒന്നിച്ച് കേട്ടേ. ഒന്നിച്ച് കേട്ടോ. എടാ മല്ലിപ്പൊടി മസാലപ്പൊടി ഒക്കെ എടുത്താ. മസാലപ്പൊടിയൊക്കെ മസപ്പൊടിയോ? മറ്റേ വെള്ളം ഉണ്ടാക്കൂലേ? വെള്ളം ചൂടാക്കുന്ന സാധനമൊക്കെ എടുക്കണേ. എടാ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതൊക്കെ അറിയില്ല എനിക്ക്. മണക്കണ്ടത് മല്ലിപ്പൊടി. മഞ്ഞപ്പൊടി എത്ര ഇടണ്ടേന്ന്? ഇമ്മ അത് ചോദിച്ചാളി എത്ര ഇടുണ്ട് നിങ്ങൾക്കറിയും? 2 സ്പൂൺ ഇട്ടാ മതി. 2 സ്പൂൺ മഞ്ഞപ്പൊടി ഇടണോ? നിങ്ങള് 1 സ്പൂൺ ഇട്ടല്ലോ. മല്ലിപ്പൊടിയോ? ഇമ്മ കറി കൊറാക്കാൻ വേണ്ടി വേറെ എന്തൊക്കെയാ പറയണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ മസാല നോക്കണം.
ഇത് നോക്കണി ഇവിടെ ആ മസാല കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. കറി അപ്പൊ പരിപാടി കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് പത്തിരിക്ക് വല്ല ചാറ് വാർന്ന് അടിക്കാം. ഇതിൽ ചിക്ക് വെള്ളം നീട്ടി നോണാറുണ്ടോ? ഇത് കറിയില്ല കണക്ക് എന്ത് സാധനം ഉണ്ടാക്കിയാലും അപ്പോൾ നീട്ടുന്നതാണോ? ഇമ്മ വെള്ളം കുറച്ച് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ്. അപ്പോളേ ഞങ്ങളെ കറിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി വെള്ളം കലക്കാണ്ട് അത് മാത്രം പരിപാടിയുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞു. പിന്നെ ചായന്റെ പരിപാടി ഞങ്ങൾക്ക് വേറെ പരിപാടി പാത്രം കേട്ടെടുത്ത് കഴിഞ്ഞിട്ട് ചായന്റെ പരിപാടി ഞങ്ങൾക്ക് ഇല്ല കേട്ടോ. ഞങ്ങളെ പേരിൽ ചായ കാച്ചിന്റെ പരിപാടിയേ ഇല്ല നോൻപറക്കണ നേരത്ത്. അപ്പോ ഈ കറിയും കൂട്ടി പത്തിരി കുഴച്ച് നല്ല വെള്ളവും കുടിച്ചിക്കാണ്ട് നോമ്പാണ് പറക്കട്ടെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ബൈ.